തിരുവനന്തപുരം ജില്ലയിലെ നല്ല ഫൈറ്റ് നടത്താൻ കഴിയുന്ന, ഒരുപക്ഷെ ജയിക്കാൻ കഴിയുന്ന പല മണ്ഡലങ്ങളും കോൺഗ്രസ് കളയുകയാണോ? നമ്പർ 1 ശബരിനാഥ്. ശബരിനാഥ് അരുവിക്കരയിൽ ഒരു പ്രാവശ്യം ജയിച്ച ആളാണ്. ആര്യനാട് മണ്ഡലം നിരന്തരമായി കാർത്തികേയൻ സാർ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അരുവിക്കരയിൽ ഒരു അവസരം കൂടി ശബരിനാഥിന് കൊടുക്കുന്നതല്ലേ നല്ലത്? VS ശിവകുമാറിന് എന്നിട്ട് നേമത്ത് കൊടുത്തുകൂടെ? ഇനി VS ശിവകുമാർ നേമത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ VS ശിവകുമാറിന് പാറശാല അദ്ദേഹം എടുക്കുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ നാടാണ്, എന്നിട്ട് അദ്ദേഹം എടുക്കുന്നില്ല. ഇനി ശബരിനാഥിനെ കുരുതി കൊടുക്കും. VS ശിവകുമാർ അരുവിക്കര ജയിക്കുമോ എന്നതും വലിയൊരു ചോദ്യമാണ്. പാലോട് രവി അടുത്തൊരു പരീക്ഷണമാണ്. ഈ വാമനപുരത്ത് കൊണ്ടുപോയി ചെയ്യുന്ന വലിയൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ശരത്ചന്ദ്രപ്രസാദ് മിടുക്കനാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മിടുക്കനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ ശരത്ചന്ദ്രപ്രസാദിന് അത്ര ഒരു ഇമേജ് ഉണ്ടോ? ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താനോ സാമുദായിക ഐക്യം കൊണ്ടുവരാനോ സാമുദായികമായ ഐക്യോഷൻ കൊണ്ടുവരാനോ ഒക്കെ ആണെങ്കിൽ അത് കൊണ്ടുവന്നാൽ ജനങ്ങൾ ചിലപ്പോൾ തിരിഞ്ഞു കുത്തിയെന്നിരിക്കും. അപ്പോൾ വാമനപുരം, കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, അരുവിക്കര, ഈ 3-4 മണ്ഡലങ്ങളിൽ നിങ്ങൾ ആരെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? അതുപോലെ തന്നെ കാട്ടാക്കട, മലയങ്കഴി വേണുഗോപാൽ ഒരു പ്രാവശ്യം നിന്ന് ജയിച്ച സ്ഥലമാണ്. അതേ മണ്ഡലത്തിൽ വീണ്ടും ഉണ്ട് അവിടെ. പക്ഷേ MR ബൈജുവിനെയാണ് പരീക്ഷിക്കുന്നത്. ഈ പരീക്ഷണങ്ങൾ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമോ? നമുക്കറിയില്ല. കോൺഗ്രസിനെ അറിയാവോ ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതിയും. അതേസമയം നെയ്യാറ്റിൻകരയിൽ ശക്തൻ നല്ല മത്സരം കാഴ്ചവെക്കുന്ന ആളാണ്. ഇനി ശക്തനെ തന്നെ കാട്ടാക്കടയിൽ പരീക്ഷിച്ചുകൂടായിരുന്നു. കാര്യം ശക്തൻ നേരത്തെ MLA ആയിരുന്നു അവിടെ. എന്നിട്ട് MR ബൈജു നെയ്യാറ്റിൻകരയിൽ MR ബൈജു ഓടത്തില്ല, അവിടെ ഒരു നാടാർ കാൻഡിഡേറ്റ് ആയിരിക്കും ഓടുന്നത്. അപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ ചെറിയ പ്രശ്നമില്ലേ? വാമനപുരത്ത് രമണി P നായരെ പിടിച്ചാൽ ഒന്ന് ഓടില്ലേ? അല്ലെങ്കിൽ സുധീർ ഷാ പാലോടാണെങ്കിലും ആപ്റ്റ് കാൻഡിഡേറ്റ് അല്ലേ? ചെറുപ്പക്കാരനാണ്, ജില്ലാ പഞ്ചായത്ത് ജയിച്ചു, ജനകീയനാണ്, ഉയർന്നു വരുന്നൊരു താരമാണ് സുധീർ ഷാ പാലോട്. അതിനെ പരീക്ഷിക്കണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഈ പരീക്ഷണങ്ങൾ ഇങ്ങനെ വളരെ കൃത്യമായ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് പകരം തിരുവനന്തപുരം ജില്ലയെ കുരുതി കൊടുക്കുകയാണോ കോൺഗ്രസ് എന്നൊരു ചോദ്യം വളരെ കൃത്യമായി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു 3-4 മണ്ഡലങ്ങളിൽ. അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ, ഇനി ആരാണ് തിരുവനന്തപുരം സെൻട്രലിൽ? CP ജോൺ ജയിക്കുമോ? CP ജോണിന് അവിടെ CP ജോണിൻ്റെ ഒരു പ്രശ്നം, അവിടെ മറ്റ് ക്രിസ്തീയ മതത്തിൻ്റെ ഒരു ആളായിട്ടൊന്നും CP ജോൺ ആരും കാണില്ല. CP ജോൺ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം മതത്തിനൊക്കെ ഒരു പരിധിവരെ എതിരാണെന്നുള്ള പ്രചരണമൊക്കെ ആൾറെഡി പോയി കഴിഞ്ഞു. അദ്ദേഹത്തിനെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റായിട്ട് കാണാൻ കഴിയില്ല എന്നൊരു മെസ്സേജ് അവിടെ പോയിട്ടുണ്ട്. ഇനി മാത്രമല്ല BJPക്കും കോൺഗ്രസിനും ആരാണ് സ്ഥാനാർത്ഥിയെന്നും അറിയില്ല. അവർക്ക് നല്ല ഉശിരൻ സ്ഥാനാർത്ഥികൾ വന്നാൽ CP ജോണിൻ്റെ ആ സ്ഥാനാർത്ഥിത്വവും എങ്ങനെയിരിക്കും എന്നുള്ളത് ഗൗരവതരമായി ആലോചിക്കണം. അപ്പോൾ 4-5 മണ്ഡലങ്ങൾ വളരെ കൃത്യമായി തിരുവനന്തപുരത്ത് 6-7 മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതിൽ കോൺഗ്രസ്സിന് കൈ പൊള്ളുകയാണോ? പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NSSനെ പരിഗണിക്കണം, SNDPയെ പരിഗണിക്കണം, മേഖലയെ പരിഗണിക്കണം, സീനിയാരിറ്റി പരിഗണിക്കണം, യുവത്വം പരിഗണിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ അഖിൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവായിട്ടുള്ള ആൾ കഴക്കൂട്ടത്ത് വരുമെന്ന് കേട്ടു. പക്ഷേ അഖിൽ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കാൻഡിഡേറ്റ്സ് എല്ലാം വെരി സീനിയർ കാൻഡിഡേറ്റ്സാണ്. എല്ലാവരും എബവ് 60 വരുന്ന കാൻഡിഡേറ്റ്സാണ്. എല്ലാം സീനിയർ കാൻഡിഡേറ്റാണ്. വനിതകൾക്ക് തിരുവനന്തപുരത്ത് കാൻഡിഡേറ്റ്ഷിപ്പിൻ്റെ പേര് കേൾക്കാനുമില്ല. അപ്പോൾ ഇതെല്ലാം തിരുവനന്തപുരത്തിൻ്റെ ഒരു തിരിച്ചടിയായി കോൺഗ്രസ്സിന് വരുമോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഈ 100 സീറ്റ് പിടിക്കും 90 സീറ്റ് പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ എവിടെ നിന്നാണ് സീറ്റ് കിട്ടേണ്ടത്? കൊല്ലത്ത് നിന്ന് കിട്ടണം, തിരുവനന്തപുരത്ത് നിന്ന് കിട്ടണം, പത്തനംതിട്ടയിൽ നിന്ന് കിട്ടണം. അല്ലാതെ 25 സീറ്റ് എന്ന് പറയുന്ന 25ഉം അതിന് സാധ്യതയില്ല. ജലീലൊക്കെ ചിലപ്പോൾ ജയിക്കും.
25 സീറ്റും 17 സീറ്റാണ് നേരത്തെ കിട്ടിയിരുന്നത്. അത് 25 തന്നെ ആക്കിയെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് 25 ആക്കിയാലും 90 എത്തണമെങ്കിൽ 100 എത്തണമെങ്കിൽ പിന്നെ എത്ര സീറ്റ് വേണം? ഇതെല്ലാ സീറ്റും ജയിക്കുമോ? സാധ്യതയുണ്ടോ? RSP ആറ്റിങ്ങലിൽ ജയിക്കുമോ? പരിശോധിക്കേണ്ട വിഷയമാണ്. RSPക്ക് അതേസമയം കൊല്ലം കൊടുത്തതിന് ശേഷം ആറ്റിങ്ങൽ RSPക്ക് കൊല്ലം കൊടുത്തെങ്കിൽ ചിലപ്പോൾ കൊല്ലത്ത് RSP ജയിച്ചെന്നിരിക്കും. ബാബു ദിവാകരനോ അല്ലെങ്കിൽ ആരെങ്കിലും ജയിച്ചെന്നിരിക്കും. ആറ്റിങ്ങലിൽ ബിന്ദുകൃഷ്ണയെ ഒന്ന് ആലോചിച്ചുകൂടായിരുന്നോ? അത് ആറ്റിങ്ങലിൽ അത് പറ്റത്തില്ല, ഈ റിസർവേഷൻ ഉണ്ട് ആറ്റിങ്ങലിൽ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ചിറയൻകീഴ്, ആറ്റിങ്ങൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നതിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അല്ല, ആറ്റിങ്ങലിൽ പറ്റുമെന്ന് തോന്നുന്നു. അംബികയല്ലേ മത്സരിക്കുന്നത്, ചിറയൻകീഴിലല്ലേ ഈ റിസർവേഷൻ വരുന്നത്. എന്തായാലും ഒരു മണ്ഡലത്തിൽ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറച്ചുകൂടി ഒരു ഹോംവർക്ക് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. നിലവിലുള്ള MLA മാരാണ് മത്സരിക്കുന്നത്. അവരെല്ലാം ചിലർ 10 വർഷമായവരുണ്ട്, ചിലർ 5 വർഷമായവരുണ്ട്. അവരെല്ലാം വളരെ സീരിയസ് ആയിട്ട് നിന്ന് മത്സരിക്കുകയാണ്. അവർ ആൾറെഡി ഫീൽഡിലാണ്, നേരത്തെ ഉണ്ട്, MLA എന്നുള്ള നിലയിൽ ഫീൽഡിലാണ്, ഇപ്പോഴും അവർ ഫീൽഡിൽ തുടരുകയാണ്. അവിടെയാണ് കോൺഗ്രസ് ഒരു കളി കളിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് കോൺഗ്രസ് ഇത് കയറ്റിയെടുക്കുക എന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ അറിയുകയുള്ളൂ. എന്തായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ ഒരു കളി കൊണ്ട് പാളിപ്പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം കയറി വരുന്നുണ്ട്. അങ്ങനെ ആകാതിരിക്കട്ടെ. ഇവർ സെലക്ട് ചെയ്തവരെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അതിൽ ഒരു പുതുമ ജനങ്ങൾ കാണണം. ഒരു എല്ലാവരും ചേരുന്ന വനിതകളുണ്ട്. രമണി P നായർക്ക് അവിടെ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സുധീർ ഷായ്ക്ക് അവിടെ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ, വാമനപുരത്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു പുതുമ പറയാം. അതുപോലെ നെടുമങ്ങാട് ഇപ്പോൾ മീനാങ്കൽ കുമാറിനാണ് പറയുന്നത്. അപ്പോൾ BRM ഷെരീഫിന് കുരുതി കൊടുക്കുമോ? അദ്ദേഹം പിന്നെ നേർച്ചക്കോഴിയാകുമോ? ഒരു പാർട്ടി അദ്ദേഹം ലതിക സുഭാഷ് പോയപ്പോൾ ലതിക ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വേണ്ട ബഹളമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റില്ല എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് സീറ്റില്ലെങ്കിൽ ഇനി വർക്കല കൊടുക്കുമോ അറിയത്തില്ല. പക്ഷേ ആ വർക്കല കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെയാണ് നെടുമങ്ങാടാണ് കൊടുക്കാനുള്ളത്. നെടുമങ്ങാട് കിട്ടിയില്ലെങ്കിൽ BRM ഷെരീഫ് അടുത്ത നേർച്ചക്കോഴിയാകുമോ? എന്താ അദ്ദേഹത്തിന് കുരുതി കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഷെരീഫ് എന്തായിരിക്കും ഇനി ചാനലുകളിൽ വന്ന് പറയുന്നത് എന്നതും വലിയ ചോദ്യമാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ചർച്ചകൾ പല രൂപത്തിൽ നടക്കുന്നു. പല ജില്ലകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഉള്ളൊരു സ്ഥലമായി തിരുവനന്തപുരം മാറിയതെങ്ങനെ?